ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ശ്രുതിനെയും കൊണ്ട് എല്ലാവരും അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. പോയതിന് ശേഷം ശ്രുതിയെ കൊണ്ട് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ അതൊന്നും ചെയ്യാൻ തീരെ താല്പര്യമില്ലേ. ഇനി ചന്ദ്ര അവളെ കൊണ്ട് ഏത്തടിയിപ്പിക്കുന്നുണ്ട്, ശയനപ്രദീക്ഷണം ചെയ്യിപ്പിക്കുന്നുണ്ട്, കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ശ്രുതിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല. എന്നിട്ടാണെങ്കിലോ ചന്ദ്രയ്ക്കും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ശ്രുതിക്ക് ഇതൊന്നും ചെയ്യാൻ തീരെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം. പിന്നെ സച്ചി ആണെങ്കിലും അങ്ങോട്ടേക്ക് അമ്പലത്തിലോട്ട് നീലിമയെ കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതിക്ക് ഇടയ്ക്ക് വെച്ചൊരു കോൾ വരുന്നുണ്ട്. ശ്രുതി ആണെങ്കിൽ ആ കോൾ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് പോകുന്ന സമയത്ത് നീലിമ അവനെ കാണുന്നുണ്ട്. ശ്രുതിയെ കണ്ട നീലിമ വേഗം തന്നെ കാറിൽ കയറി ഇരിക്കുന്നുണ്ട് പേടിച്ചിട്ട്. എന്നിട്ട് മുഖം കൊടുക്കാതെ ഇരിക്കുന്നുണ്ട് ശ്രുതിക്ക്. പിന്നീട് സച്ചി അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, മലേഷ്യയിൽ കിടക്കുന്ന ഇവളുടെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കടന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, വല്ല കേസ് കൊടുക്കുകയല്ലേ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലും ശ്രുതിയുടെ കൈയൊക്കെ പൊള്ളുന്നുണ്ട് കർപ്പൂരം കത്തിച്ചിട്ട്, കയ്യിൽ വെച്ച് കത്തിച്ചുകൊണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള ചെമ്പനീർ പൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.